ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ സുമിത വന്ന് പറഞ്ഞ കാര്യമൊക്കെ നമ്മുടെ ഇഷിതയോട് മഹേഷ് ഇങ്ങനെ പറയാണ്. പക്ഷേ അവൾ അതിന് പിന്നിൽ വലിയൊരു ഒത്തുകളി നടക്കുന്ന വിവരം ഇപ്പം ആദ്യം വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോഴേക്കും അവനിതൊക്കെ എങ്ങനെ അറിഞ്ഞു? സുമിത താമസിക്കുന്നതേ കമ്പനി വക ഫ്ലാറ്റിലല്ല, പിന്നെ കമ്പനി വക വാഹനം പോലും യൂസ് ചെയ്യുന്നില്ല. ആകാശ് മേനോൻ്റെ വീട്ടിലാണ് സുമിതയുടെ വാസം. അപ്പം കളി എങ്ങോട്ടാണെന്ന് മനസ്സിലാവുമല്ലോ. രചനയുടെ ആകാശിൻ്റെ ഗസ്റ്റായിട്ട് സുമിതയെ കാറിൽ കൊണ്ട് നടക്കുന്നത് ആകാശാണ്. രചന അതിന് പിന്തുണയും നൽകുന്നുണ്ട്. സുമിത ആ വീട്ടിൽ കഴിയുന്നത് ആദ്യക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു. അതാ അവൻ എന്നോട് പറഞ്ഞത്. അവൻ കൊച്ചുകുട്ടിയല്ല. ആകാശിൻ്റെ സ്വഭാവം അവനറിയാം. മമ്മി പുറത്താവുന്നുള്ള ടെൻഷനായിരിക്കും അവന്. ആ ടെൻഷൻ ആദ്യം ഉണ്ടാവേണ്ടത് രചനയ്ക്കല്ലേ. സുമിത അവിടെ നിർത്തിയിരിക്കുന്നത് തന്നെ എന്നെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ്. ബിസിനസ്സിൽ എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ആകാശ് മേനോൻ സുമിതയെ കൂട്ടുപിടിച്ചു. അപ്പോഴേക്കും ഇനി സുമിത രചനയെ ലക്ഷ്യം വെച്ച് അന്ന് ആയിക്കൂടെ? അങ്ങനെയാകാം. സുമിതയുടെ വരവിനെപ്പറ്റി അരുന്ധതി മേഡം എനിക്ക് മുന്നറിയിപ്പ് തന്നിരുന്നു. രചനയെ കണ്ടിട്ടില്ലെന്നാണ് സുമിത എന്നോട് പറഞ്ഞത്. ആ സുമിത താമസിക്കുന്നത് രചനയ്ക്കൊപ്പവും. ഏറ്റവും വലിയ ചതി അതുതന്നെയല്ലേ. അപ്പോൾ പുതിയൊരു കൂട്ടുകെട്ട് രൂപം കൊള്ളാണല്ലേ. അല്ല, സുമിതയുടെ ക്യാരക്ടർ എങ്ങനെയാ? പഠിക്കുന്ന കാലത്തെ സുമിതയ്ക്കൊരു ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു. ലാബിൽ വെച്ച് സുന്ദരിയായൊരു പെൺകുട്ടിയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ച ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അവളെ കോളേജിൽ നിന്ന് പുറത്താക്കാനൊന്നും പറ്റിയില്ല, കാരണം പരാതിയില്ല. ആ ഒരു ഇതിനകത്ത് അവൾക്ക് പങ്കില്ല എന്ന്, സുമിതയ്ക്ക് പങ്കില്ല എന്ന് മൊഴി മാറ്റി കൊടുത്തു ആ പെണ്ണ്. ആ പിന്നിൽ കളിച്ചതൊക്കെ സുമിതയുടെ അച്ഛനാണ്, ഒരു പൊളിറ്റീഷ്യനായാണ് അയാൾ. അപ്പോൾ ക്രിമിനൽ മൈൻഡുള്ള സ്ത്രീയാണല്ലേ. ആകാശിന് കിട്ടിയ കൂട്ടുകൊള്ളാം. അല്ല, അവൾ രചനയും ആകാശം കൂടെ നിർത്തുന്നത് നമ്മളെ ലക്ഷ്യം വെച്ചാണെന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഫാമിലിയൊക്കെ എങ്ങനെയാണ് അവളുടെ? അതേക്കുറിച്ച് പറയാതെ അവൾ വഴുതി മാറുക ചെയ്തത്. ഞാൻ കൂടുതലൊന്നും ചകഞ്ഞ് ചോദിക്കാനായിട്ടൊന്നും പോയില്ല. ആകാശ് എന്തൊക്കെ നമ്പർ ഇറക്കിയാലും അവൻ്റെ വൃത്തികെട്ട സ്വഭാവം സുമിതയുടെ നേരെ വിലപ്പോവില്ല. രചനയ്ക്ക് അതേക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതാണ് രചനയുടെ ധൈര്യവും. അപ്പോൾ സുമിതയ്ക്ക് വേണ്ടത് മഹേഷിൻ്റെ ബിസിനസ് തകർക്കുക എന്നുള്ളതാണ്. രചനയ്ക്ക് വേണ്ടത് നമ്മുടെ ജീവിതം തകർക്കുകയും. അതാണ് ഇപ്പോൾ ഈ കൂട്ടുകെട്ടിൻ്റെ രഹസ്യം. ആകാശിൻ്റെ കണ്ണ് സുമിതയിലും ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് കരുതിയിരിക്കണം അല്ലേ? അതെ, ആദ്യം അറിയിച്ച കാര്യങ്ങൾ അറിഞ്ഞതായിട്ട് ഭാവിക്കാതിരിക്കുന്നതാണ് ഇപ്പം നല്ലത്. മഹേഷ് ടെൻഷനാവാൻ നിൽക്കേണ്ട. ഇഷിത എന്നിട്ട് ചിപ്പിമോളുടെ അരികിലേക്ക് പോവുകയാണ്. ചിപ്പിമോൾക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. ചിപ്പിമോൾക്ക് കഥ ഇഷ്ടമായോ? പിന്നില്ലേ, ആനയ്ക്ക് ഭയങ്കര ബുദ്ധിയല്ലേ. അതെ, ദ്രോഹിച്ചവരെ ആന മനസ്സിൽ വെച്ച് പക തീർക്കും. പക എന്ന് പറഞ്ഞാൽ അങ്ങനെയാ ആനപ്പക. ആനയ്ക്ക് കുട്ടികളെ ഇഷ്ടമല്ലേ? ആണല്ലോ. എനിക്കൊരു കുട്ടി അനിയനെ എപ്പോഴാണ് കിട്ടുക എന്നൊക്കെ കൊച്ചിൻ്റെ ആ ചോദ്യം. ഞാനത് മറന്നിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അതിനാണല്ലോ മോള് ശാഠ്യം പിടിച്ചത്. ഉടനെ തന്നെ തരാട്ടോ, എനിക്ക് അനിയനെ ഇഷ്ടം. കുഞ്ഞുങ്ങളെ ദൈവം തരുന്നതല്ലേ മോളെ. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമുണ്ടോ? അമ്മ പൊക്കോ, ഞാൻ ഉറങ്ങിക്കോളാം. എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഇഷിത ഒന്ന് കൊച്ചിനൊന്ന് തട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. എന്തായാലും ഈ ചോദ്യത്തിന് വളരെ നിസ്സാരമട്ടിൽ ഉത്തരം പറഞ്ഞെങ്കിലും ആ ഡോക്ടർ ദേവിക പണ്ട് പറഞ്ഞ കാര്യം കുട്ടികൾ ഉണ്ടാവണമെന്ന് യാതൊരുവിധ ഉറപ്പുമില്ല, വന്ധ്യതയാണ് എന്നൊക്കെ പറഞ്ഞ കാര്യം ഇങ്ങനെ ഓർക്കുക. ചിപ്പിമോളുടെ ആഗ്രഹവും പിന്നെ ട്രീറ്റ്മെൻറ്റ് നടത്തിയതാണല്ലോ. എന്തായാലും ഇവളുടെ ആഗ്രഹത്തിനോ ഒരു മാറ്റവുമില്ല, അവളൊട്ടും മറക്കുകയില്ല എന്നൊക്കെ മനസ്സിലിങ്ങനെ ഓർക്കുകയാണ് ഇഷിത. എന്തായാലും ഡോക്ടർ മാളവിക പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ ഇഷിത പുറത്തു പോയി നിന്ന് ഓർക്കുകയാണ്. മാത്രമല്ല ഡോക്ടർ ദേവിക രണ്ടാമത് തന്നെ കാണാൻ വന്നപ്പോൾ അവരുടെ മുഖത്തൊരു കുറ്റബോധം. എന്താ അതിന് കാരണം? പൂരിപ്പിക്കാൻ കഴിയാത്തൊരു സമസ്യ പോലെ തോന്നുന്നുണ്ടല്ലോ. ഇഷിത ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് മഹേഷ് വന്ന് പുറകിന് ഇഷിതയുടെ തോളിലേക്ക് പിടിച്ചത്. എന്താടോ ഇവിടെ വന്ന് നിൽക്കുന്നത്? അല്ല, ചിപ്പിമോൾ ഉറക്കം പോയ ആളല്ലേ? പിന്നെന്ത് പറ്റി? തന്നെ കാണാതെ ഞാൻ ചിപ്പിമോളുടെ റൂമിൽ പോയി നോക്കി, അവൾ ഉറങ്ങിയില്ലോ. മോളുടെ അമ്മയെ കാണാനായിട്ട് ഹോളിലും നോക്കി, കിച്ചണിലും നോക്കി, താനെന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഞാൻ ഇങ്ങോട്ട് വന്നതാ. മഹേഷ് ജോലി തിരക്കിലല്ലേ, ജോലി തീരട്ടെ എന്ന് കരുതി ഞാനിങ്ങോട്ട് വന്നതാ. അതല്ല, തൻ്റെ മനസ്സിലെ എന്തോ ഭാരമുണ്ട്. എന്തെങ്കിലും വിഷയമുണ്ടേ പറ. അങ്ങനെയൊന്നുമില്ല. മോളുടെ സംസാരത്തിനിടയിൽ ചിപ്പിമോളുടെ കൂട്ടിനൊരാൾ വേണമെന്ന് അവളുടെ ആവശ്യം വീണ്ടും അവൾ പറഞ്ഞു. അതുകൊണ്ടല്ലേ നമ്മൾ ഒന്നിച്ചത്, ഒരു വഴിയിലൂടെ കയറ്റി നമ്മൾ ഒരു വഴിയിലൂടെ യാത്ര തുടങ്ങിയത്. അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മൾ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോവല്ലേ. നമ്മളൊന്നിച്ച് ജീവിച്ചു തുടങ്ങുമെന്ന് രണ്ട് വീട്ടുകാരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ടൂറ്. സത്യത്തിൽ ആ ടൂറിൻ്റെ കാര്യമൊന്നുമില്ല എന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. ഇഷിത അമ്മയാകാൻ പോകുന്നു എന്നറിയാതെ ഈ വിഷയത്തിനൊരു പരിഹാരമില്ല മഹേഷ്.
എന്താ അതിലെന്തെങ്കിലും തടസ്സമുണ്ടോ? തൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫലം കണ്ടുവന്ന് ഡോക്ടർ മാളവിക വേണുഗോപാൽ വിധി എഴുതിയതല്ലേ? ഞാനിവിടെ നിന്ന് ആലോചിച്ചത് എനിക്കൊരമ്മയെങ്കിലും കഴിയില്ല എന്ന വിധി എഴുതിയ ഡോക്ടർ ദേവികയെക്കുറിച്ചാണ്. അല്ല, അവരല്ലേ പേരക്കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഇഷിതയുടെ അരികിൽ വന്നത്? അതെ, അതൊരു നിമിത്തമാണെന്ന് അവർ പറഞ്ഞു. അതുമാത്രമല്ല, അവരുടെ പെരുമാറ്റത്തിൽ അവരെന്നോട് വലിയൊരു അപരാധം ചെയ്തൊരു ഭാവം. താൻ എന്താ പറഞ്ഞു വരുന്നത്? അവർക്ക് പിഴവ് പറ്റിയെന്നാണോ? താൻ പിന്നെയും പല ഡോക്ടർമാരെയും കണ്ടതല്ലേ? അവർക്കുള്ള കുറ്റബോധം എന്താണെന്ന് ഞാൻ പറയാം. താലി കെട്ടിയ ഉടൻ ഒരു പെണ്ണിൻ്റെ ജീവിതം അതേ കതിർമണ്ഡപത്തിൽ അവസാനിച്ചു. അതിൻ്റെ ഒരു സങ്കടമായിരിക്കാം. അതിന് കാരണക്കാരി അവർ തന്നെയല്ലേ? അതായിരിക്കാം. എന്തിന് താൻ അങ്ങനെ ഒരു പ്രഖ്യാപനം ഓപ്പണായി നടത്താൻ പോയി എന്നവർ ഓർക്കുന്നുണ്ടാകും. താനന്ന് വിവാഹ സമയത്ത് തലചുറ്റി വീഴാതിരുന്നെങ്കിൽ ഒരു കുഞ്ഞിന് വേണ്ടി ആലോചിച്ച് തുടങ്ങുമ്പോഴല്ലേ തൻ്റെ പ്രശ്നം പുറത്തു വരുള്ളൂ. മാധവിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതുതന്നെയല്ലേ. ഒടുവിൽ വിധി അവരെ ഇഷിതയുടെ മുമ്പിലെത്തിച്ചു, ഒരു ഭിക്ഷാദേഹിയെ പോലെ കൊണ്ടെത്തിച്ചു. ആർക്കായാലും കുറ്റബോധം ഉണ്ടാകും. മഹേഷ് പറയുന്നത് ശരി തന്നെയാണ്. അതുതന്നെയാണ് അവരുടെ കുറ്റബോധവും. അവർക്ക് എന്നോട് ഏറ്റു പറയണമെന്നുണ്ട്. അവർക്കതൊക്കെ ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന ചിന്ത അവരെ വേട്ടയാടുന്നുമുണ്ട്. ഇനി അവർ പറയാൻ ശ്രമിച്ചാൽ പോലും ഞാൻ കാതു കൊടുക്കില്ല. എന്തായാലും അങ്ങനെ ഒരു കുറ്റബോധം അവർ പ്രകടിപ്പിക്കട്ടെ. എനിക്കതിന് കുറ്റമായിട്ട് തോന്നുന്നില്ല. ജീവിതത്തിൽ ചില സമയത്തുണ്ടാകുന്ന സങ്കടങ്ങളും നഷ്ടങ്ങളും അതിലും വലുത് നമ്മളെ കാത്തിരിക്കുന്നതുകൊണ്ടല്ലേ. നഷ്ടങ്ങളും നിരാശയാവരുത് എന്ന് അറിവുള്ളവർ പറയുന്നത് അതുകൊണ്ടല്ലേ. അപ്പോൾ മഹേഷ് പറഞ്ഞു, എനിക്കും പറയാനുണ്ട്. എനിക്കാരെങ്കിലും കടപ്പാടും നന്ദിയുണ്ടെങ്കിലേ ഞാനിപ്പോഴും നേരിട്ട് കാണാത്ത ആ ഡോക്ടർ ദേവികയോട് തന്നെയാണ്. ഒരു നവവധുവിൻ്റെ ജീവിതം ഓർത്ത് സെൻറ്റിമെൻറ്റ്സ് കാണിക്കാതെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ടല്ലേ മഹേഷിന് ഇഷിത സ്വന്തമായത്? ഓ, മധുരമായിട്ട് മഹേഷ് തിരിച്ചടിച്ചു അല്ലേ? അതെ, ഭാഗ്യം എനിക്ക് മാത്രമല്ല എൻ്റെ മോൾക്കും. അയ്യോ, ഞാൻ ഇനിയൊന്നും പറയുന്നില്ലേ എന്ന് ഇഷിത. താൻ ആ പേരക്കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു കൊടുക്കാൻ നോക്ക്. ഉടനെ മെഡിക്കൽ റിപ്പോർട്ട് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനസ്സ് ശാന്തമായോ? ശാന്തമായെങ്കിലും ഒന്ന് വന്നൂടെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇഷിത ഓ എന്നും പറഞ്ഞവർ രണ്ടുപേരും അങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് രചനയാണ് കേട്ടോ. രചന രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് കൊടുക്കുകയാണ് ആദിക്ക്. ആദി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വാ. അങ്ങനെ ആദി യൂണിഫോം ഒക്കെ ഇട്ട് ഇറങ്ങി വരികയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. എനിക്ക് വിശപ്പ് തോന്നുന്നില്ല മമ്മി. മമ്മി ലഞ്ച് ബോക്സ് തന്നാൽ മതി. പറ്റില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ സ്കൂളിൽ പോകാനോ? അതൊന്നും പറ്റില്ല. നീ ഇരിക്ക്. ഇന്നലെ രാത്രി നീ കാര്യമായിട്ടൊന്നും കഴിച്ചില്ലല്ലോ. എന്താ നിൻ്റെ ശരിക്കുള്ള പ്രശ്നം? അല്ല, ആ ആൻറ്റി എവിടെ? ആര്? സുമിയോ? സുമി ഒരു വർക്കില്ല. അല്ല, സുമി ഇവിടെ നിൽക്കുന്നത് നിനക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നറിയാം. എത്രയോ വർഷം ഒരുമിച്ചൊരു റൂമിൽ കഴിഞ്ഞവരാ. അവളുടെ ഫ്ലാറ്റിലെ പണിയൊക്കെ കഴിഞ്ഞാൽ അവൾ പോവില്ലേ? മമ്മി ആൻറ്റി ഇവിടെ വെറുതെ പിടിച്ച് നിർത്തില്ല എന്നൊക്കെ എനിക്കറിയാം. മമ്മിയുടെ മനസ്സിൽ എന്തോ ഉദ്ദേശമുണ്ട്. അവൾ എൻ്റെ പഴയ കൂട്ടുകാരി എന്നതിൽ കവിഞ്ഞ് എനിക്ക് എന്ത് ഉദ്ദേശമുള്ളത്? നീ എന്തൊക്കെയാ മോനെ പറയുന്നത്? അവൾ നിന്നോട് എന്ത് സ്നേഹത്തോടെ പെരുമാറുന്നത്. നീ അകൽച്ച കാണിക്കുന്നത് സുമിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഞാൻ അകൽച്ചയൊന്നും കാണിക്കുന്നില്ല. മമ്മി എന്തോ മനസ്സിൽ കണ്ടിട്ടാണ് അവരെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന് എനിക്കറിയാം. അത് മമ്മിക്ക് തന്നെ ദോഷം ചെയ്യുവേ. ആദി, എന്താ ഇത്? നീ ഈ കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട. എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ കുറച്ച് ദിവസം നിൽക്കുന്നത് കൊണ്ട് എനിക്കെന്ത് ദോഷം ഉണ്ടാകാൻ പോകുന്നത്? നീ ആകാശം സുബിയും അടുപ്പത്തിലാവുന്നല്ലേ കരുതുന്നത്? ഓ, അതിനിപ്പോൾ എന്താ? ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാമല്ലോ. ഇവിടെ നിന്ന് ഒരു വാടക വീടെടുത്ത് താമസിക്കണം. ഇതും കേട്ടുകൊണ്ടാണ് ആകാശ് അങ്ങോട്ടേക്ക് വരുന്നത്. ആകാശ് ഇത് കേട്ട് ഞെട്ടി. നീ ഇത്തരം സംസാരം ഒന്ന് നിർത്ത്. നിനക്ക് വിശപ്പില്ലാത്തതിൻ്റെ കാരണമൊക്കെ എനിക്ക് മനസ്സിലായി. ഇതല്ലേ നിനക്ക് വിശപ്പില്ലാത്തതിൻ്റെ കാരണം? അപ്പോഴേക്കും നമ്മുടെ ആകാശ് വന്നിരുന്നു. ഓഫീസിലെത്താൻ കുറച്ച് ലേറ്റായി. ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ പറഞ്ഞ് നോക്കി നിൽക്കുക. താമസിക്കേണ്ട എന്തിനാ, പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് താ എന്നൊക്കെ ഒച്ച വെക്കുകയാണ്. ആകാശ് അതിനിപ്പോൾ വന്ന് ഇരുന്നതല്ലേ ഉള്ളൂ. കഴിക്കാൻ വന്നിട്ട് ടോക്കൺ എടുത്ത് കാത്തു നിൽക്കണോ? അല്ല, അങ്കിളിൻ്റെ വീട്ടിൽ അങ്കിൾ എന്തിനാണ് ടോക്കൺ എടുക്കുന്നത് എന്ന് ആദ്യം ചോദിച്ചപ്പം ഡാ ഇത്രയും കാലം നീ ഇവിടെ കഴിഞ്ഞിട്ട് ഇപ്പം അങ്ങനെ ഒരു പറച്ചിലെന്താ? അവൻ സത്യമല്ലേ പറഞ്ഞത്? ആകാശ് അതിൽ കയറി പിടിക്കുന്നത് എന്തിനാ? പിന്നെ ഞാനെന്താ മണ്ടനാന്ന് കരുതിയോ നീയാ? അങ്കിളുടെ വീടെന്ന് പറയുമ്പം ഇവൻ വെറും കുടികിടപ്പുകാരൻ എന്നല്ലേ അതിനർത്ഥം? ഇവൻ മാത്രമല്ല, ഇവൻ്റെ മമ്മി, അങ്ങനെയല്ലേ അതിൻ്റെ അർത്ഥം എന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല, നിനക്കെന്താടാ സ്വന്തമായിട്ടൊരു വീടൊക്കെ വേണമെന്ന് തോന്നി തുടങ്ങിയോ? ആദ്യമായിട്ട് പഠിച്ച് നല്ലൊരു നിലയിലെത്താൻ നോക്കടാ. ഈ ജജനെ നോക്കിയിരിക്കാതെ കറി ഒഴിക്കുക. ആകാശ് വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇല്ലാത്ത കാര്യം പറയരുത്. അവൻ അങ്ങനെ ഓർത്തൊന്നും പറഞ്ഞതല്ല. അപ്പോഴേക്കും ആദ്യം കുറച്ച് കറിയും കൂടി എടുത്ത് ഒഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷേ ആ കറി പെട്ടെന്ന് ടേബിളിലേക്ക് വീഴുകയാണ്. പെട്ടെന്ന് ആകാശം ദേഷ്യം വന്നു കേട്ടോ. ആദ്യ കറിയെടുത്ത് ഒഴിക്കാൻ നോക്കിയപ്പോൾ മറ്റുള്ളവർക്ക് മുമ്പിലിരുന്നിട്ട് എങ്ങനെ, മറ്റുള്ളവർക്കൊപ്പം ഇരുന്നിട്ട് എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്ന് പോലും ഇവൻ അറിയത്തില്ല
എന്നൊക്കെ പറഞ്ഞ് ഒച്ചയെടുക്കുക. വലിയ സ്കൂളിലാണ് പഠിക്കണേന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? മാനേഴ്സും ഇല്ല. ഇങ്ങനെയൊക്കെ കാണിച്ചാൽ കൂടെ ഇരിക്കുന്നവർക്ക് അറപ്പ് തോന്നും എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുക. ഇതിനെ ആദ്യം ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്യണം. സ്കൂളിൽ പോകാനുള്ള തിടുക്കത്തിൽ കഴിച്ചപ്പം അറിയാതെ ടേബിളിൽ വീണതല്ലേ ആകാശ്, അത് ക്ലീൻ ചെയ്ത് കളയാൻ ഞാൻ. ക്ലീൻ ചെയ്യുന്നതൊക്കെ ആഹാരം കഴിഞ്ഞതിന് ശേഷം. എനിക്കും തിരക്കുണ്ട്. ഞാൻ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു പഠിക്കാനായിട്ട് പറഞ്ഞിട്ട് മകനോട്. അങ്കിളിനെ നോക്കിയാൽ അങ്കിള് പറയും ഞാൻ വായി നോക്കുവാന്ന്. എടാ, എൻ്റെ വായിലോട്ട് നോക്കിയിരിക്കാനല്ല പറഞ്ഞത്, ഒരാൾ ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടു പഠിക്കാനാണ് പറഞ്ഞത്. അതെങ്ങനെയാ? നല്ല ശീലങ്ങൾ ഉണ്ടാവണമെങ്കിലേ നല്ല തന്തയ്ക്ക് പറക്കണം. ആദ്യം അത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. രചനയും ദേഷ്യത്തോടെ ആകാശിനെയും നോക്കുക. ആകാശ് മേനോൻ ജനിച്ചതേ വലിയ കുടുംബത്തിലാണ്. ഞങ്ങൾ അതിൻ്റെ ഒരു അന്തസ്സ് കാണിക്കും എല്ലാ കാര്യത്തിലും. പെട്ടെന്ന് കാശുകാരനാകാൻ നോക്കുന്ന ഒരുത്തനും ആ ഗുണം കിട്ടത്തില്ല. ഇത്രയും കാലം എൻ്റെ കൂടെ കഴിഞ്ഞിട്ടും ഇവനിപ്പോഴും ടേബിൾ മാനേഴ്സ് എന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ല. ഈ താഴെ കിടക്കണ എച്ചിൽ കണ്ടിട്ട് ഒരാൾക്ക് എങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും? പ്ലേറ്റിലിരിക്കുമ്പോഴേ അത് ഫുഡാവുന്നുള്ളൂ. താഴെ വീണാതെ അത് എച്ചില. ഈ എച്ചിൽ മനുഷ്യരുടെ കാര്യത്തിലും അതങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് ആക്കി പറയാണ്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നീ നിൻ്റെ ഡാഡിയുടെ സ്വഭാവമേ കാണിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആദ്യമോട് കുറേ നേരമായി ചൊറിയുന്നു. അവസാനം ആദ്യം ദേഷ്യം വന്നു. അങ്കിൾ എന്തിനാ വീണ്ടും വീണ്ടും എൻ്റെ ഡാഡിയെക്കുറിച്ച് പറയുന്നത്? പറഞ്ഞാൽ നീ എന്ത് ചെയ്യൂടാ എന്നും പറഞ്ഞുകൊണ്ട് ഇതിനെത്ത കസേരയെന്ന് തള്ളി അങ്ങോട്ട് ഇട്ടു കേട്ടോ. ഈ ചെറുക്കൻ താഴേക്ക് വീണു, നെറ്റി പൊട്ടി. അയ്യോ മോനേന്നും പറഞ്ഞ് രചന ചെന്നിട്ട് അയ്യോ മോനെ നെറ്റി മുറിഞ്ഞല്ലോ. ഞാൻ ഉപദേശിച്ച അവന് ഇഷ്ടമായില്ല, അതിനുള്ള ശിക്ഷയെ കയ്യോടെ കിട്ടിയല്ലോ. അയ്യോ എൻ്റെ മോന് നല്ല മുറിവുണ്ടല്ലോ എന്നും പറഞ്ഞ് രചന മമ്മി വിടങ്ങോട്ട് എന്നും പറഞ്ഞ് ആദ്യം കയറിപ്പോവുക. അവനോട് കൈ വാഷ് ചെയ്തിട്ട് പോകാൻ പറ. മോനെ പഠിപ്പിച്ച് വഷളാക്കിയതിൻ്റെ ശിക്ഷ നീ ഇപ്പം അനുഭവിക്കുന്നത്. ഇവനെക്കൊണ്ട് നീ ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. കഴിച്ചുകൊണ്ടിരുന്ന അവനോട് ആകാശല്ലേ ഓരോന്ന് പറഞ്ഞ് ഇളക്കിയത്. അയ്യോ അവൻ്റെ ഡാഡിയെ പറഞ്ഞ ഇളകും. അല്ല, എന്നു മുതലാടി അവന് ഈ ഡാഡി ഉണ്ടായത്? ഡാഡി പോലും ഡാഡി. മമ്മിയും മോനും കൂടി ആകാശ് മേനോനെ അങ്ങോട്ട് മാറ്റിക്കളയാന്ന് വിചാരിക്കല്ലേ കേട്ടല്ലോ. എന്തായാലും ആകാശിന് തൃപ്തിയായിട്ടോ. രണ്ടെണ്ണത്തിനും കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞപ്പോൾ സമാധാനമായി. ധിക്കാരി, മുളയിലെ നുള്ളി വിടണം അവനെ. പിന്നെ കാണിക്കുന്നത് ഇഷിതയാണ്. ഇഷിത ഒരു ലാപ്ടോപ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് റിപ്പോർട്ടൊക്കെ പരിശോധിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് മഹേഷ് ഫ്രഷായിട്ട് വന്നു. രാവിലെ എഴുന്നേറ്റിട്ടാണ് ഇഷിത ഇങ്ങനെ ഇരിക്കുന്നത്. കോഫി കൊണ്ടുവന്നിട്ടുണ്ട്, തണുത്തൊന്ന് നോക്കിക്കേ. തണുത്ത് പോയെങ്കിൽ ഞാൻ വേറെ എടുക്കാം എന്ന് ഇഷിത പറഞ്ഞു. തണുത്തിട്ടൊന്നുമില്ല, കുഴപ്പമില്ല. എന്താടോ, ഇതാരുടെ മെഡിക്കൽ റിപ്പോർട്ടാണല്ലോ? ഇതാ ഡോക്ടർ ദേവികയുടെ പേരക്കുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ടാണ്. ട്രീറ്റ്മെൻറ്റ് സമ്മറി മുഴുവൻ അയച്ചിട്ടുണ്ട്. ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. മഹേഷ് ഒന്ന് നോക്കിക്കേ, ഇതാണ് ആ കുട്ടിയുടെ രോഗം. മൈ ഗോഡ്, അവരെന്താ കുട്ടി വിദേശത്തേക്ക് കൊണ്ടാകാത്തെ? അവരവിടെ ഒരു ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യായിരുന്നില്ലേ? ഈ സ്റ്റേജിൽ കുട്ടിയായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റില്ല. ഡോക്ടർ ദേവികയുടെ മകളും പേരക്കുട്ടിയും നാട്ടിലാണ് ഉണ്ടായിരുന്നത്. ഇതിനകം ഒരുപാട് ഡോക്ടർമാരെ കണ്ടതല്ലേ, തനിക്ക് പ്രതീക്ഷയുണ്ടോ? എടോ, ഞാൻ പറഞ്ഞത് നാളെ തനിക്കിതൊരു മനോവിഷപ്പത്തിനിടയായിരുന്നു കരുതിയിട്ടാ. എനിക്കത് മനസ്സിലായി മഹേഷ്. ആ കുട്ടിയുടെ ഫോട്ടോ അവരയച്ചിട്ടുണ്ട്. പൊന്നു എന്ന പേര്. മെഡിക്കൽ റിപ്പോർട്ട് വായിച്ചിട്ട് എനിക്ക് ടെൻഷനുണ്ട്. ഇത്രയും സീരിയസ് ആണെന്നറിയാതെ ഞാൻ ഉറപ്പ് കൊടുത്തിരുന്നു. പക്ഷേ ഈ പൊന്നുമോളെ എനിക്ക് മറന്ന് കളയാൻ പറ്റില്ല മഹേഷ്. അവളുടെ മുഖത്തെ പുഞ്ചിരി നോക്കിയേ. ഇനി എത്രയോ കാലം അവൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവളാ. ഈ പുഞ്ചിരി അണഞ്ഞു പോകാൻ പാടില്ല. തനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ താൻ ട്രീറ്റ്മെൻറ്റ് ഏറ്റെടുക്കടോ. സുഹൃത്തെന്ന് പറയുന്നതേ ഇതൊക്കെ തന്നെയാടോ. മനുഷ്യന് അവൻ്റെ ബാല്യകാലത്ത് മാത്രമേ ദൈവത്തിൻ്റെ സന്തതികളാകുന്നുള്ളൂ. ആ സമയത്ത് അവരെ പരിചരിക്കാൻ കഴിയുന്നതേ ആ ദൈവകൃപ തന്നെയാണ്. താൻ എന്തായാലും ഈശ്വരൻ എന്നെ വിചാരിച്ച് താൻ മുന്നോട്ട് പോടോ. മഹേഷിൻ്റെ ഈ വാക്കുകൾ മതി എനിക്ക് കാര്യത്തിന്. താങ്ക് യു മഹേഷ് എന്ന് പറഞ്ഞു. മഹേഷ് കാപ്പിയായിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ ഇഷിത ഡോക്ടർ ദേവികയെ വിളിക്കുകയാണ്. ദേവിക ആലോചിക്കുന്നത് മെഡിക്കൽ റിപ്പോർട്ട് വായിച്ച് ഇഷിത പിന്മാറുമെന്നാണ്. എന്തായാലും ഈ ദേവികയുടെ മോളും കുഞ്ഞും ഭയങ്കര പ്രശ്നത്തിലാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ ദേവിക കോൾ എടുത്തു. ഇഷിത, മെഡിക്കൽ റിപ്പോർട്ട് ഞാൻ വായിച്ചു. എന്താ ഇഷിത പറയാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ മോളുടെ ഫോട്ടോ അയച്ചു തന്നത് അവൾ ഇഷിതയോട് നടത്തുന്ന യാചനയായിട്ട് മനസ്സിൽ കണ്ടാണ്. എൻ്റെ കുട്ടിയുടെ അവസാന ആശ്രയമാണ് ഇഷിത. എൻ്റെ പേരക്കുട്ടിയെ രക്ഷിക്കാൻ ഇഷിതയ്ക്ക് കഴിയും എന്ന വിശ്വാസം എനിക്കുണ്ട്. അതൊരു വലിയ നിമിത്തമാണ്. എല്ലാം ദൈവത്തിന് കരുനീക്കുവാന്ന് എനിക്ക് മനസ്സിലായി. ഒടുവിൽ എത്തേണ്ടിടത്ത് തന്നെ എത്തിയിരിക്കുന്നു എന്നൊക്കെയാണ് ദേവിക പറയുന്നത്.
എനിക്ക് എന്തൊക്കെയോ ഇഷിതയോട് പറയണമെന്നുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ അതിനൊന്നും കഴിയുന്നില്ല. ഇഷിതയോട് മനസ്സൊന്ന് തുറന്ന് സംസാരിക്കാൻ ഒരു നിമിഷം ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഏയ് മേഡം അത്ര ഇമോഷണൽ ആവേണ്ട കാര്യമൊന്നുമില്ല. പൊന്നുവിൻ്റെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വാക്ക് തന്നതല്ലേ? ശരിയാണ്, പക്ഷേ അവളുടെ മെഡിക്കൽ റിപ്പോർട്ട് ഇഷിത കണ്ടിരുന്നില്ലല്ലോ. ഇപ്പോൾ ഇഷിത അത് കണ്ടില്ലേ? എന്തായാലും ഇഷിതയാണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. സി ഓക്കെ, താങ്ക് യു.